CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സെർവർ തകരാർ, റേഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ചതായി മന്ത്രി. രാവിലെ മുതൽ റേഷൻ കടകൾക്ക് മുൻപിൽ കാത്തുനിന്ന ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചു. ഇപോസ് മെഷീന്റെ സെർവർ തകരാർ പരിഹരിക്കാതെ റേഷൻ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇടത് സർക്കാർ നടപടിക്കെതിരെ കാട്ടകാമ്പാൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കേക്കാട് വയലേരിയിൽ വീടിന്റെ മുകളിൽ തീപിടുത്തം, നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതുക്കിപ്പണിത ഫാർമസി കൌണ്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ സ്വദേശി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. കോട്ടപ്പടി മത്രംകോട്ട് 45 വയസ്സുള്ള ഗിരീഷാണ് മരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ നാളെ പ്രഖ്യാപിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് പ്രഖ്യാപനമെന്ന് കമ്മീഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി K മുരളീധരൻ MP. 20-ൽ 20 സീറ്റിലും UDF ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് സമനില തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചും പേയും വിളിച്ചു പറയുന്നതെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ മുരളീധരൻ പരിഹസിച്ചു. LDF ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്ത് അങ്കണത്തിൽ ചേർന്ന കൺവെൻഷൻ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്തിലെ തിച്ചൂർ അത്തിക്കുന്ന് കോളനിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. ഞമ്മനേങ്ങാട് ചക്കിത്തറയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 60ഓളം വളർത്തുകോഴികൾ ചത്തു. ചക്കിത്തറ തോട്ടുപുറത്ത് സോമന്റെ വളർത്തുകോഴികളാണ് ചത്തത്. കടവല്ലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഭരണസമിതി അംഗങ്ങളും പോലീസും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് യോഗം ചേർന്നത്. തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, മിച്ചഭൂമി സമരം തുടങ്ങിയ സമരങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത AL ഫ്രാൻസിസിന്റെ 10ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കക്കാട് ശ്രീമഹാഗണപതി ക്ഷേത്രോത്സവത്തിന് മാർച്ച് 17 ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളിക്കുടയും ആലവട്ടവും വഴിപാടായി സമർപ്പിച്ചു. ക്ഷേത്രം അടിയന്തര ചുമതലക്കാരൻ കക്കാട് രാജപ്പൻമാരാണ് വഴിപാട് സമർപ്പിച്ചത്. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ കുന്നംകുളം ഭദ്രാസനം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കൂടി നമസ്കാരം നടത്തി. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിന്റെ 120ാം വാർഷികവും പഠനോത്സവവും നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ഓടിക്കൊണ്ടിരിക്കെ കാറിന്റെ ടയർ ഊരിത്തെറിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കോർപിയോ കാറിന്റെ ടയറാണ് ഊരിത്തെറിച്ചത്. ജാഗ്യതി ഗുരുവായൂരും NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് സൊസൈറ്റിയും സംയുക്തമായി സൌജന്യ നേത്ര തൈറോയിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേലൂർ മേഖലയിൽ അടയ്ക്ക മോഷണം വ്യാപകമാകുന്നു. തെക്കേങ്ങാടിയിൽ താമസിക്കുന്ന മുരിങ്ങാത്തേരി സൈമന്റെ 4 ചാക്ക് അടയ്ക്ക കഴിഞ്ഞ ദിവസം മോഷണം പോയി. എളവള്ളിയിൽ ജൈവ വൈവിധ്യോദ്യാനം ഒരുങ്ങി. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ കീഴിലാണ് ജൈവ വൈവിധ്യ ഉദ്യാനം നിർമ്മിച്ചത്. ജൽജീവൻ മിഷൻ വർക്കുകൾക്കായി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനം തടയുമെന്ന് പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 8ാമത് സുവിശേഷ മഹായോഗം മെൽത്തോദ് ഹായെ 2024 ഞായറാഴ്ച നടക്കും. കേരള സർക്കാർ 7 മാസക്കാലമായി പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി നേതാക്കൾ കണ്ടാണിശ്ശേരി പഞ്ചായത്തിന് മുൻപിൽ ഉപവാസം അനുഷ്ഠിച്ചു. വേനൽ കനക്കുന്നതോടൊപ്പം പകർച്ചവ്യാധികളും പടരുന്നതിനാൽ രക്ഷാകർത്താക്കൾക്കായി അൻസാർ സ്പ്രൗട്ട്സ് പ്രീ സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ മാവിൻചുവട് ചിറ്റ്യാനി റോഡിലെ അപകടകരമായ ജംഗ്ഷനിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചു. തിരുവെങ്കിടം ഹൌസസ് ബോർഡ് സെന്ററിലേക്ക് പ്രവേശിക്കുന്ന കവലയിലാണ് വാർഡ് കൌൺസിലർ VK സുജിത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചത്. ഈവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായിട്ട് വേണ്ടിയുള്ള ഹെൽത്ത് കാർഡ് വിതരണ ക്യാമ്പ് ചിറക്കൽ സംഗമം പാലസിൽ നടന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജിൽ സൌജന്യ ത്വക്ക് രോഗനിർണയ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂളിലെ മികവുത്സവം വാർഡ് കൌൺസിലർ ദീപ ബാബു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് ആൽത്തറ മഹല്ല് കമ്മിറ്റിയും ആൽത്തറ മഹല്ല് പ്രവാസി കമ്മിറ്റിയും സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം ചെയ്തു.
പഴഞ്ഞി MD കോളേജിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷനായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.